ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനുവടിമേൽ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു സ്വാഗതം. കുറച്ച് 2-3 എപ്പിസോഡുകളൊക്കെ മിസ്സായി. പ്രോഗ്രാമും എൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് സന്തോഷം പകരുന്ന കഴിഞ്ഞ എപ്പിസോഡിന് നിങ്ങൾ നല്ല രീതിയിൽ എനിക്ക് പ്രോത്സാഹനം തന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ എപ്പിസോഡും നിങ്ങൾക്ക് അതിലേറെ സന്തോഷവും സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ തരുന്ന ഒരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. പരിചയപ്പെടുത്താനെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ എല്ലാ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു ആളാണ്. ആ ആൾ ഇപ്പോൾ 2-3 പ്രാവശ്യമെങ്കിലും അവരുടെ ആ പാട്ട് പെർഫോമൻസ് അത് കണ്ടിട്ടേ ഉറങ്ങാറുള്ളൂ എന്ന് വേണേൽ പറയാം. പലരും ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് മറ്റാരുമല്ല, എന്താ പറയണേ, ഒരു പാട്ട് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ജാനകി. അപ്പം ആ വലിയ കലാകാരിയെ ജനഹൃദയങ്ങളിൽ കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നതല്ല. അത് അത്രയ്ക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഹൃദയം കീഴടക്കിയ ആ കലാകാരിയെ ഞാൻ വേദിയിലേക്ക്, നിങ്ങളുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആരുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും അവരുടെ പേര് അറിയാൻ പറ്റില്ല. ഞാൻ പരിചയപ്പെടുത്തുന്നു, രഞ്ജിത. നമുക്ക് രഞ്ജിത ഒന്ന് കണ്ടാലോ? എന്തുണ്ട് വിശേഷം? സുഖല്ലേ? എല്ലാവരും സന്തോഷം. ഞാൻ നിങ്ങളൊക്കെ വലിയ ഫാനാണ്. അതല്ല ഞങ്ങൾ കാണാൻ വേണ്ടി വന്നേ. സുഖല്ലേ? ടി വിയിലെ കാണുമ്പോൾ ഭയങ്കര ആളായിട്ട് ഇത്രയും പേരാണല്ലോ നിങ്ങളാ? എന്തായാലും വലിയ സന്തോഷം. സന്തോഷം. ഈ നമ്മുടെ കൈകൊട്ടി കളി എന്ന കലാരൂപം ഇത്രയേറെ ജനകീയമാക്കിയ ആളാണ് രഞ്ജിത. രഞ്ജിതനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരിപ്പുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോണു. ആദ്യമായിട്ട് എന്താ കൈകൊട്ടിക്കളിക്ക് ഒരു പ്രത്യേക മാനം കണ്ടെത്തി ഇത് ജനകീയമാക്കിയ ഒരാളാണ്. ആദ്യം എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്നത്? നമ്മളൊരു 3 ഇയറിന് മുമ്പ് കുടുംബശ്രീയുടെ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് എൻ്റെ മുന്നിൽ ഈ കൈകൊട്ടികളുടെ ആവശ്യമായി ചേച്ചിമാർ വന്നത്. അത് പറയുമ്പോൾ മനസ്സിൽ വെറും ബ്ലാങ്ക് ആയിരുന്നു. എന്താണ് കൈകൊട്ടിക്കളിനെ കുറിച്ച് വലിയ തീമൊന്നും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അത്യാവശ്യം നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു ചെറുതിലേ തുടങ്ങി. അപ്പോൾ അവര് സ്റ്റേജിൽ പോയിട്ടുണ്ടോ? സിനിമാറ്റിക് ഡാൻസുകളും തിരുവാതിരക്കളികളും എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. കുട്ടികളുടെ ഒരുപാട് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു ആത്മവിശ്വാസമായിട്ടാണ് ചേച്ചിമാര് വന്നത്. അപ്പൊ അതിന് ഞാൻ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തു. ഞാനും അവരെ കൂടെ ചേർന്നു. അങ്ങനെ ഞങ്ങൾ 10 പേര് ചേർന്നിട്ട് കുടുംബശ്രീയുടെ ആ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തു. സക്സസ് ആയി. ആകെ 2 പാട്ടാണ് ചെയ്തത്. കല്യാണം ഒന്നാന അമ്പെടുത്ത്. നമ്മളാ ഈ ജാനകി ഇതുപോലെ ഞാനിങ്ങനെ കൈകൊട്ടിക്കളിയുടെ ഭാഗമായിട്ട് ഒരമ്പലത്തിൽ പ്രോഗ്രാം, ഞങ്ങളും വേറൊരു ടീമിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു റെസ്റ്റ് ടൈം വന്നപ്പോൾ അവരെ പാട്ടായിരുന്നു ഈ ജാനകി. അപ്പൊ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാണ് ആ പാട്ട് മുഴുവൻ. ഇതൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ഞാനത് സൈലന്റ് ആയിട്ട് ഇരുന്നാണ് ആ പാട്ട് അവിടെ നിന്ന് വരെ കളിയല്ല മനസ്സിൽ വന്നത്. ജാനകിയുടെ പാട്ടാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പൊ കുറച്ചു നേരം അത് സൈലന്റ് ആയിട്ട് ഇരുന്ന് കേട്ടു. വീട്ടിൽ വന്നു, യൂട്യൂബിൽ അടിച്ചു. അമ്പലത്തില് അപ്പൊ അതൊരു നിയോഗമാണ് സത്യം. അവര് കളിച്ച പാട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ കേട്ടത് ആദ്യമായിട്ട്. അങ്ങനെ വീട്ടിൽ വന്ന് അടിച്ചു നോക്കി പാട്ടിനോട് എനിക്ക് വല്ലാത്തൊരു ഹരമായിരുന്നു മാറി. പിന്നെ ജോലിക്കിടയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഈ പാട്ട് സ്ഥിരം ഞാനിങ്ങനെ കേട്ടിട്ടാണ് പോയിരുന്നത്. അങ്ങനെ കുട്ടികളെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു പാട്ട് ഞാൻ ചെയ്യുന്നു പറഞ്ഞു. അവര് പറഞ്ഞു ചേച്ചി ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാട്ട് വെച്ചപ്പോ ആദ്യം
ഫസ്റ്റ് ടൈം തന്നെ ഈ സ്റ്റെപ്പ് ഇട്ടപ്പോൾ തന്നെ അവർക്ക് വളരെയധികം സന്തോഷമായി. ചേച്ചി ഇതെങ്ങനെ സാധിച്ചു? ഞാൻ കുറച്ച് ദിവസമായി എൻ്റെ മനസ്സിൽ കിടന്നുള്ള ഒരു പ്രയാസം കൂടിയാണ് ഭഗവാൻ വേണ്ടി ആ പാട്ടൊന്ന് ചെയ്യണമെന്നുള്ളത്. അത് ഫസ്റ്റ് ചോട് ഇട്ടപ്പോൾ തന്നെ അവിടെ വെച്ച് എല്ലാവരും കൈയടിച്ചു, കാരണം അത്ര നല്ല ചോടായിരുന്നു. അങ്ങനെ ഒരു വേദിയിൽ അവതരിപ്പിച്ചുള്ളൂ. സെക്കൻഡ് ടൈം അവതരിപ്പിച്ച് കൊടുങ്ങല്ലൂർ നെടിയതളി എന്ന് പറഞ്ഞ ശിവക്ഷേത്രത്തിൽ. അവിടെ ഇതുപോലെ പെട്ടെന്നാണ് ഒരു കോഡ് വന്നത്, പരിപാടിക്ക് സംഖ്യയും ഇതൊന്നുമില്ല, എന്തെങ്കിലും തരും, പക്ഷേ നക്ഷത്രം വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ച്. നമ്മളത് റിജക്റ്റ് ചെയ്തില്ല. സമയത്ത് 7-8 പേര് ഇതുപോലെ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് നെടിയതളിയിൽ കണ്ടുപോകുന്നുള്ള ശ്രീദേവൻ എന്നുള്ള പാട്ട് ഞാൻ ചെയ്തു. പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ എത്തിച്ചത് ഞങ്ങളുടെ വ്ളോഗേഴ്സായിട്ട് വന്നവരെ കയ്യിൽ നിന്നല്ല പോയത്, ഫേസ്ബുക്കിലൂടെ അത് പെട്ടെന്ന് വൈറലായി. ചുരുക്കം പേർക്ക് ദൈവം ഇട്ടുകൊടുക്കുന്ന ഒരു ഭാഗ്യമല്ലേ. ചുമ്മാ ഇരുന്നപ്പോൾ ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ ആ പാട്ട് കേട്ടു, ആ പാട്ട് നമ്മുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു, അത് വേറൊരു സമയത്ത് പോയിരുന്ന് നമ്മളത് പഠിച്ചു, അതിനകത്തൊരു സ്റ്റെപ്പ് ഇട്ടപ്പോൾ ആ സ്റ്റെപ്പ് അത് ഏറ്റവും ജനപ്രിയമായ സ്റ്റെപ്പായി മാറി അല്ലേ. നമുക്കൊരു ദൈവാധീന നിമിത്തം എന്ന് വേണം പറയാം. ദൈവത്തിന്റെ നിമിത്തമില്ലാതെ എന്തായാലും നമുക്ക് ഒന്നിവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ വേറെയാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കയ്യിൽ വന്ന് വീണ് കിട്ടിയതാണ് ഇത്. 10-70 പാട്ടോളം ഞാൻ ചിട്ടപ്പെടുത്തി ഒറ്റയ്ക്കാണ് കൊറിയോഗ്രാഫി ചെയ്ത് സെറ്റാക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജാനകിയുടെ സ്റ്റെപ്പാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത്, തീർത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ബ്ലോഗേഴ്സിനോട് ഒത്തിരി നന്ദി എനിക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ച് ബൈജു PB കൊടുങ്ങല്ലൂർ ഒത്തിരി മില്യൺസൊക്കെ നമുക്ക് തന്നിട്ടുള്ള പേഴ്സണാണ്. സാജൻ അഞ്ചലശ്ശേരി, ഷാരോൺ കൃഷ്ണ, അങ്ങനെ ഒരുപാട് പിക്സൽ, അങ്ങനെ ഒരുപാട് വ്ളോഗേഴ്സ് പിന്നെ ഞങ്ങളെ തേടിയാണ് വന്നത്. ആദ്യമായി പറയാനായിട്ട് വ്ളോഗേഴ്സ് പോലും നമ്മളുടെ അരികിലുണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞു ടീമാണല്ലോ, അവരെന്ത് കാണിക്കും, എന്താണ് ചെയ്യാമോ എന്നൊക്കെ ഒരു ഇതുണ്ടാവും. ആർക്കായിരുന്നല്ലോ, അവരുടെ ചാനലാണോ മസ്റ്റ്. നമുക്ക് പരാതികളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വ്ളോഗേഴ്സിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുമില്ല ഞങ്ങളുടെ വീഡിയോ കവർ ചെയ്യാൻ വരണം, ഞങ്ങൾ ഇന്നലെ ഏറ്റവും ഫസ്റ്റ് ഏത് അമ്പലത്തിൽ പോയിട്ട് ഉള്ള നിങ്ങളുടെ പെർഫോമൻസ് ആണ് മീഡിയയിൽ വന്നത്? ഏറ്റവും ഫസ്റ്റ് ടൈം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവിടെ ഒരു ആനക്കോട്ട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അതായത് വിഷ്ണുമായുടെ ചാത്തന്റെ. ആ അമ്പലത്തിലാണ് വിഷൻ മീഡിയ എന്ന് പറഞ്ഞ ചാനൽ ഞങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവര് ചെയ്യിപ്പിച്ചതാണോ അതോ ഞങ്ങളെ തേടി വന്നതാണ്? നിങ്ങൾ ചെയ്ത് പെർഫോം ചെയ്തോണ്ട് അവര് എടുത്തിട്ട് അവരാണ് ഫസ്റ്റ് ടൈം നക്ഷത്രനെ വീഡിയോസിൽ യൂട്യൂബിലൂടെ. ഞാനിത് പറയാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു. ഈ രഞ്ജിത എന്നല്ലേ പേര്, പിന്നെ ഈ നക്ഷത്ര എന്ന് പറയുന്നത് ഇതുപോലെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. നക്ഷത്രം ഞാൻ പറഞ്ഞ കുടുംബശ്രീയുടെ ഒരു വർക്കായിട്ട് ചെന്നതാണ്. അപ്പോൾ വീടിന്റെ അടുത്ത് തന്നെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ അവര് ക്ഷണിച്ചു. അപ്പൊ ചെന്നപ്പോ അവര് പറഞ്ഞു എല്ലാ ടീമും പേരിടുന്നു, പേരുണ്ട്, എല്ലാ ടീമിനും ടീമിന് പേരുണ്ട്. അപ്പോൾ ആ ടൈമിൽ അവിടെ നിന്നും കൊണ്ട് തിങ്ക് ചെയ്താണ് 10 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാവരും 10 പേരായിരുന്നു. അപ്പം മനസ്സിൽ 10 സ്റ്റാർ എന്നൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് നാടനാണല്ലോ നമ്മുടെ ഒരു ശൈലി, അപ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കട്ടെ. അങ്ങനെ അവിടെ വെച്ച് ആ ടൈമിങ്ങിൽ പേര് കൊടുക്കുന്ന സമയത്തിട്ടാണ് നക്ഷത്രം. ആ നക്ഷത്രം പോലെ ഇന്ന് ഞങ്ങളെ മകരജ്യോതി. കേരളത്തിൽ എവിടം വരെയൊക്കെ പോയി? ട്രിവേൻഡ്രം അവിടം വരെ ചെന്നു. ഫസ്റ്റ് ടൈം ട്രിവേൻഡ്രം പോയി, ആലപ്പുഴ, കൊല്ലം, ആറ്റിങ്ങല്, കൊട്ടാരക്കര, പാലക്കാട്, ഇപ്പൊ മലപ്പുറം, നൈജീരിയയിൽ നിന്ന് കോള് വന്നിട്ടുണ്ട്. ഇനി ഗൾഫിലേക്ക് 2 പ്രോഗ്രാം ചെയ്യാനായിട്ട് പ്രവാസി പറയാൻ ശ്വാസം എടുക്കുമായിരുന്നു. വിദേശത്തൊക്കെ പോട്ടെ, കാരണം ഈ സോഷ്യൽ മീഡിയയിലെ നല്ല ആളുകളുടെ ആ ഇടപെടൽ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കേരളത്തിലെ ആളുകളെക്കാൾ കൂടുതലും പുറമെ പ്രവാസി മലയാളികൾക്കാണ് കുറച്ചും കൂടി ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഒരു ദിവസം പോലും അവരെ കോള് വരാത്തതുണ്ടാവില്ല ഫോണിൽ. ജാനകിനെ അന്വേഷിക്കാത്ത ഒരു ദിവസം പോലും ഒരു പേഴ്സൺ ഇല്ലാത്തതില്ല. പിന്നെ ഈ സ്ഥലം ഉണ്ടല്ലോ, ഒരു 25 ഏക്കറാ. നമ്മൾ ഇവിടെ മാത്രം നിൽക്കാതെ ബാക്കിയുള്ള സ്ഥലം കൂടെ കണ്ടു കറങ്ങി വർത്താനം പറഞ്ഞാലോ. നല്ല അടിപൊളി സ്ഥലം അല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൈകൊട്ടിക്കളി എന്ന് പറയുന്ന ഈ കലാരൂപം നമ്മുടെ തിരുവാതിരയെന്നും വേറെ എന്താ ഓണക്കളി എന്നൊക്കെ ഉരുത്തിരിഞ്ഞല്ലേ? ഇത് പിന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു കലാരൂപമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നല്ല ശരിക്കും ഇത് ഉടലെടുത്തിട്ടുള്ളത്. നമ്മളുടെ തനതായ ഒരു കലയാണ് കേരളീയരുടെ. അത് പറയാനായിട്ട് നമ്മളെ മുത്തശ്ശിമാര് പണ്ട് ഓണക്കാലങ്ങളിൽ മുണ്ടും നേരിയതൊക്കെ എടുത്തിട്ട് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ചോട് വെച്ച് വട്ടത്തിൽ കളിച്ചിരുന്നുള്ള കളിയാണ് ഇത്. അതാണ് കൈകൊട്ടിക്കളി. അത് ഇപ്പോഴത്തെ ജനറേഷനിൽ അത് ഏറ്റെടുത്തപ്പോൾ
കുറച്ചും കൂടി വിപുലമായി നല്ല നല്ല നാടൻ പാട്ടുകളും ഓണക്കളികളുടെ പാട്ടുകളും ചേർത്ത് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊരു ആവിഷ്കരണമാക്കിയെടുത്തു മാറ്റിയെടുത്തു എന്ന് മാത്രമുള്ള കലനെ. അല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതല്ല. ഇത്തിരി ഗ്ലാമർ കൂടാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞിട്ടേ. യെസ്, പറഞ്ഞോളൂ. വാ നമുക്ക് തണലത്ത് നിൽക്കാം. ഇവിടെയാണ് ഞാൻ ഗ്ലാമർ കൂടാം ഏറ്റവും കൂടുതൽ കൂടുന്ന സ്ഥലം. ഞങ്ങളുടെ പ്ലേസിൽ വന്നിട്ടാണ് ഗ്ലാമർ കൂടിയത്. അതാണ്. പിന്നെ കൈകൊട്ടിക്കളിയിൽ നിങ്ങൾ ഈ മത്സരത്തിനാണോ കൂടുതൽ പോകാറ് അതോ സ്റ്റേജ് ഷോക്കാണോ കൂടുതൽ? മത്സരക്കളികൾ ഒരു 8 എണ്ണം ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൽ ഞങ്ങൾക്ക് കൂടുതൽ വരും ഷോക്ക് കളിയാണ്. 3 hour പ്രോഗ്രാം ആയിട്ടാണ് വരാറ്. മത്സരക്കളി എന്ന് പറയുന്നത് കൂടി ഒന്ന് 40 മിനിറ്റിന്റെ പ്രോഗ്രാം ചെയ്താൽ മതി. അതായത് 2 സെക്ഷനിലായിട്ടാണ് ചെയ്യണത്. അപ്പൊ അതിന് നമുക്ക് പോവാനുള്ള ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പാട്ടുകളായിട്ട് പോവാൻ പറ്റൂല. അതിനതിൻ്റെതായ പ്രിപ്പറേഷൻ വേണം. അതല്ലാതെ മത്സരക്കളിക്ക് പോയിട്ട് കാര്യമില്ല. അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ വന്ദനം മസ്റ്റാണ്, ചോട് പ്രശ്നമാണ്, യൂണിഫോം ഒക്കെ ആയിരിക്കണം മത്സരത്തിന്, കൈകാലുകൾ ഒപ്പായിരിക്കണം, പാട്ടുകൾക്ക് പ്രാധാന്യമുണ്ട്. പാട്ടുകൾ നമ്മൾ ചെയ്യണ പോലെ നാടൻ പാട്ടുകൾ ചിലയിടത്ത് മാത്രം അംഗീകരിക്കുള്ളൂ, ചിലയിടത്ത് ഓണക്കളിയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഷോ ഉണ്ടല്ലോ. ഷോ ഉണ്ട്, നമുക്ക് അത്യാവശ്യം ഷോ ഉണ്ട്. നമ്മളിപ്പോ അറേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളെ ഷോയ്ക്ക് വിളിക്കേണ്ടത്? ഇപ്പം ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പം ബുക്ക് ചെയ്യണമെന്നുള്ള ഇതുണ്ടാവും. പക്ഷെ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഏത് നമ്പറിൽ വിളിച്ചാലാണെങ്കിൽ എന്താണ് നമുക്ക്? നക്ഷത്ര പെരിഞ്ഞനം എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റ ഐഡി ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. അപ്പൊ കേട്ടോണം, നക്ഷത്ര പെരിഞ്ഞനം. യെസ്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ നക്ഷത്രയുടെ ആശാൻ ഞാനാണെങ്കിലും എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഐഡി ഇല്ല. അപ്പോൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യണ നക്ഷത്രയിൽ എൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്, അതിലാണ് വിളിക്കണത്. അപ്പം പറഞ്ഞത് കേട്ടല്ലോ, നക്ഷത്ര പെരിഞ്ഞനം ഉദ്ഘാടനം കിട്ടി തുടങ്ങി. ആ ഉദ്ഘാടനം കഴിഞ്ഞ് വരണം. പാലക്കാടില് മായന്നൂരുണ്ട് മണ്ണില് ഞാനൊരു ഷോപ്പ്, അതായത് റെഡിമെയ്ഡ് ഷോപ്പ്, ഇതുപോലെ സെറ്റ് മുണ്ടിന്റെ വെറൈറ്റി കളക്ഷൻസ് ഉള്ളിടത്താണ് ഉദ്ഘാടനത്തിന് പോയത്. ഇപ്പൊ കാക്കനാട് വീണ്ടും ഒരു കോസ്റ്റ്യൂമിന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്. കണ്ടോ സംഗതി പോണ പോക്ക് കണ്ടോ? അങ്ങനെ അടിച്ചു കേറി വാ. പിന്നെ 2 ആൽബം വർക്ക് ചെയ്തു. ഇതുപോലെ തന്നെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു ആൽബമായിരുന്നു പാലക്കാട്. സുജീഷ് വെള്ളാനിയുടെ ഒരു ആൽബം വർക്ക് ചെയ്തു. അതിന്റെ കൂടെ വേറെ സുജീഷേട്ടന്റെ കൂടെ വീണ്ടും ചെയ്തു. 2 ആൽബം അങ്ങനെ കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ എനർജി കണ്ടാൽ ഞങ്ങള് 3 സോഡ കഴിക്കും. നമുക്ക് അത് റെസ്റ്റ് ഇല്ലാണ്ട് 3 hour പവറില്. അതാണ്, അത് പ്രത്യേകിച്ച് ഒരു വൈബാണ്. സത്യം പറഞ്ഞാൽ ആരോഗ്യത്തിലെല്ലാ നേരത്തും പാട്ട് വരുമ്പോ നമ്മൾ സത്യം പറഞ്ഞാൽ വേറൊരാളായി മാറിയാണ്. അത് കറക്റ്റാ കാര്യം. ഞങ്ങളൊക്കെ ഈ പണ്ട് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ജാനുവരി സമയത്തൊക്കെ പണ്ട് ട്രൂപ്പിൽ ഞങ്ങൾ കലാഭവൻ, കൊച്ചിൻ 7 ആർട്സ് അങ്ങനെയുള്ള ട്രൂപ്പുകളിൽ നമ്മൾ കളിക്കുമ്പോൾ ഞാൻ മനോജ് ഗിന്നസിൻ്റെ ഒക്കെ കൂടെ, മനോജേട്ടൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൂടെ ടോപ്പിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ജാനുവരി സമയത്തൊക്കെ എല്ലാ ദിവസവും ഷോയാണ്. അന്നൊക്കെ ഷോയാണല്ലോ. നമ്മൾ ചിലപ്പോൾ ഡബിൾ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങണേക്കും ഇങ്ങനെ ബെല്ല് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഉറക്ക മൂടായിരിക്കും. ബെല്ല് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഊർജം കിട്ടും അല്ലേ? എത്ര പറ്റില്ലെങ്കിലും എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഏത് ചിലപ്പം കുറേ ഡാൻസ് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളത് കാണുന്നത്. പക്ഷെ ഞങ്ങളത് ഫസ്റ്റായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ എനർജിക്ക് ഒരു കുറവുമില്ല. നിന്ന് ഫസ്റ്റ് വന്ന എൻട്രി മുതൽ അവസാനം വരെ ഒരേ പവറിലും ഓരോ ഇതിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അവിടെ അത്രയ്ക്ക് നല്ലൊരു മനസ്സില്ലെങ്കിൽ ആ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. വിട്ടിട്ട് പോകും. പട്ടാളത്തിന്റെ പ്രാക്ടീസിന് എല്ലാവരും കൊച്ചുകുട്ടികളുള്ളവരാണ്. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ് വീട്ടമ്മമാരാണ്. പിറ്റേ ദിവസം വന്നിട്ട് 3 മണിക്കൊക്കെയാണ് വന്ന് കിടക്കണത്. മോർണിംഗ് എഴുന്നേറ്റ് എല്ലാ ജോലിയും കഴിഞ്ഞ് പിന്നെ നമ്മൾ 4 മണിക്ക് മേക്കപ്പ് ഇട്ട് വീണ്ടും അത്രയും ഡിസ്റ്റൻസിൽ പാലക്കാട്, കൊല്ലം അവിടേക്കൊക്കെ വീണ്ടും യാത്ര ചെയ്ത് വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേനും അവരെക്കാൾ സന്തോഷം നമുക്കാണ്. നമ്മളെ പാട്ടാണല്ലോ കളിക്കാൻ പോണത്. ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കാണും. പ്രത്യേക ഞങ്ങൾ സ്കിറ്റ് കളിക്കാൻ പോണവരല്ല, ഇവര് ഡാൻസ് കളിക്കണേ. ഒരു ഷോട്ടുമില്ല, ബ്രേക്കുമില്ല, കണ്ടിന്യൂ. ഞങ്ങള് ഒരു സ്കിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് മാറിയിരിക്കാം. പിന്നെ ഡാൻസ് വരും, പിന്നെ പാട്ട് വരും, പിന്നെ വേറെ കുറച്ച് സംഭവം കഴിഞ്ഞിട്ട് ആണെങ്കിൽ നമുക്ക് അടുത്തതിൽ കയറേണ്ടത്. ഇതല്ല, നോൺ സ്റ്റോപ്പായിട്ട് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ, ഒരു ഡാൻസ് കഴിഞ്ഞാൽ ഒരു സെക്ഷനിൽ ഒരു 25 മിനിറ്റ് ആണ്. അതായത് 5 പാട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 5 പാട്ട് കളിക്കണം. അതിങ്ങനെ നിർത്താതെയല്ലേ വരുന്നേ, സ്റ്റോപ്പില്ലല്ലോ.
ബിൻഷേനോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. വേറെ കൈകൊട്ടികളിൽ ഇപ്പൊ കണ്ടു, അതിൽ നിന്ന് എങ്ങനെ ഈ ജാനകിന് ഇത്രമാത്രം ഇഷ്ടപ്പെട്ടത്? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്ട്, പിന്നെ ഞങ്ങളുടെ ആ പാട്ടിൻ്റെ സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് നമ്മൾ നേരിട്ട് കാണും, അതിന് വേണ്ടി കാത്തിരിക്കണം കേട്ടോ. മറ്റേ ജാനകിയുടെ ആ സ്റ്റെപ്പ് അത് ഇങ്ങനെ യാദൃശികമായിട്ട് വന്നല്ലേ. ബോട്ടൊക്കെ കുറവാണോ അത്? റണ്ണിങ്ങിലാണ് എല്ലാ ദിവസവും. ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളുണ്ടല്ലോ, വേറെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് കാണാനായിട്ട്, നല്ലത്. അത് ശരി. യെസ്, നമുക്കെന്നാ ഈ ഇതിലൊന്ന് കയറിയാലോ? പോയി കളയാം. പിൻചേണ്ട ആഗ്രഹമില്ല. പോയി കളയാന്നോ? പോയി കളയാം. ചേട്ടാ ഇവിടുത്തെ പ്ലേസ് അറ്റ്മോസ്ഫിയർ? അടിപൊളി എന്ന് വെച്ചാണല്ലോ, സൂപ്പറായിട്ടുണ്ട്. ഇത് കൃത്രിമ തടാകമാണെങ്കിലും നല്ല ഒരു അത്യാവശ്യം ഒരു കൃത്രിമ ശ്വാസം പോലെ ഒരു നല്ല ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചേട്ടെ, ഇവിടെ വേറെ എന്തൊക്കെ പരിപാടികളവിടെ? ഇവിടെ നല്ല റൈഡർ ഉണ്ട്, പിന്നെ നല്ല ആനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. ആനിമൽസ് എന്തൊക്കെയുള്ള? ആനിമൽസ് ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, ആന ഉണ്ടായിരുന്നു, ഒട്ടക പക്ഷി, അങ്ങനെയുള്ള നല്ല നല്ല ആനിമൽസ് ഉണ്ട്. പിന്നെ നല്ല വെറൈറ്റി തരം കോഴികളുണ്ട്, മുട്ടക്കോഴികൾ, വളർത്തുന്ന കോഴികൾ അങ്ങനെയുണ്ട്. പിന്നെ നല്ല നല്ല ജമുനാപ്പിയാരി പോലുള്ള ആടുകളുണ്ട്, ചെവിയൊക്കെ നീണ്ട ആടുകളുണ്ട്. ഒട്ടക പക്ഷി വലിയ രീതിയിലുള്ള രഥം. പിന്നെ കണ്ടില്ല വേറൊരു വൈബായിട്ടിരിക്കുന്നത് കണ്ടോ, പൊന്മാന്റെ പോലത്തെ വേറൊരു ബേർഡ്സ്, പരുന്ത് പോലത്തെ ജീവനുള്ളത് അതുണ്ട്. പിന്നെ നല്ല തരത്തിലുള്ള നഴ്സറി ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് പറയുന്നത് കുറച്ചും കൂടി മാറ്റം വരുത്തിയിട്ട് നല്ല ആധുനിക സജ്ജീകരണവുമായിട്ട് പുതിയ പാർക്കിലോട്ടാണ്. കുതിരയൊക്കെ ഉണ്ട്. സീഷോറിന്റെ ആണ് ഈ ഫാം കിടക്കുന്നത്. സീഷോർ മമ്മാലിക്കയാണ് ഇത് നടത്തിക്കൊണ്ടു പോണത്. സീഷോർ മമ്മാലിക്ക ഞാൻ പേരിൽ അറിയപ്പെടുന്നത്, ആളുടെ പേരിലാണ്. 25 ഏക്കറിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ കാക്കാതുരുത്തി എന്ന ഈ പ്ലേസിൽ ഇത്രയും ഭംഗിയിൽ സജ്ജീകരിച്ച നമ്മളുടെ കേരളത്തിലെ ഈ കൊച്ചു ഗ്രാമം എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര സന്തോഷമുള്ളതാണ്. നമുക്ക് നല്ല നല്ല ഫീല് തരുന്നുണ്ട്. പിന്നെ ഇടവേളകൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഞങ്ങളുടെ കൊച്ചു നാടാണല്ലോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷവും നമുക്ക് നേരം പോകാനും കുട്ടികളെയും കൊണ്ടുവന്ന് പാർക്കിലുള്ള എന്റർടൈൻമെന്റിനൊക്കെ നല്ലതാണ്. ബിൻചേട്ടന് എപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പൊക്കെ വരണം. തീർച്ചയായിട്ടും. നല്ല പൂ പോലൊന്നു വിരിഞ്ഞ് നാണിച്ചു കണ്ണടച്ച് നാട്ടുമൈനയും കൂട്ടിലൊളിച്ച് കൊഞ്ചി കൊഞ്ചി പുഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകൊടിയേ, കൊഞ്ചി കൊഞ്ചി പുഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകൊടിയേ. പൊന്നേ പോയി മറഞ്ഞോ ഇനി എന്നും വഴിയോരം, കണ്ണും നട്ടിരിപ്പൂ ഇനി എന്നിൽ വരുകില്ലേ. എന്നും വരും വഴി വയ്ക്ക് അവൾ എന്നോടൊന്നുമിണ്ടാ, എന്നും വരും വഴി വയ്ക്ക് അവൾ എന്നോടൊന്നുമിണ്ടാ. അപ്പൊ ഇതാണ് രഞ്ജിത ടീച്ചറിന്റെ പിള്ളേര് അല്ലേ? അതെ, ഇതാണ് നമ്മുടെ പിള്ളേര്. പക്ഷെ ഇതൊന്നല്ല പിള്ളേര്, 20 മെമ്പർ ഉണ്ട്. പക്ഷെ ഇതുമല്ല നമ്മളെ സ്ട്രെങ്ത്. എല്ലാവർക്കും ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് ലീവ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇവരെ കൂടാതെ 20 പേരും കൂടെ ഉണ്ടോ? അല്ല, മൊത്തത്തിൽ 20 പേരാണ്. ഇപ്പൊ ഇവിടെ ഉള്ളതാകെ 9 പേരല്ലേ ഉള്ളൂ. അതല്ലാതെ ഇനി 11 പേര് നമുക്ക് ഇതിൽ കൂടി ഉണ്ട്. 20 മെമ്പർ ആയിട്ടാണ് നമ്മൾ ടീം കൊണ്ടുപോകുന്നത്. അപ്പൊ ഇപ്പൊ ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ടാണ് ലീവ്. അവരൊന്നും വന്നിട്ടില്ല, നല്ല വിഷമമുണ്ട്. പക്ഷെ അവരൊക്കെ മിസ് ചെയ്യുന്നു. ബിൻചേട്ടനെ പോലെ ഒരു കലാകാരന്റെ മുന്നിൽ അവരെ കാണാൻ നമുക്കൊരു വിഷമായി. അപ്പൊ പിന്നെ ഒരു സർപ്രൈസ് ആയിരുന്നല്ലോ ഈ സംഭവം. അപ്പൊ അവർക്ക് അറിയില്ലായിരുന്നു സംഭവം ബിൻചേട്ടനാണ് വരുന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അഞ്ജന, ഇത് കാർത്തിക, മിനി, അനാമിക, ശ്യാമിലി, ഋതിക, അപർണ, ബാലാമണി ആൻഡ് അനാമിക.
ഓക്കെ. ഇനി വരാനുള്ളത് വഴി തങ്ങില്ല. രശ്മി. അതെ, അവര് വരും, എന്നാലും നമുക്ക് പ്രോഗ്രാമിനാൻ പറ്റുള്ളൂ. അതെ, അവരും കൂടി ഉണ്ടെങ്കിൽ ഇതൊരു സ്ട്രെങ്ത് ആവുള്ളൂ. നമ്മളെ പിള്ളേരാണ് നമ്മളുടെ വിജയം, ഏറ്റവും വലിയ വിജയം. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ നിന്ന് ചൂടുകൾ വെക്കാനായിരുന്നാലും തളരാതെ 3 അവർ എൻ്റെ കൂടെ നിന്ന് ഇത്ര കട്ടയ്ക്ക് നിന്ന് പരിശ്രമിക്കുന്ന എൻ്റെ പിള്ളേരാണ് ആദ്യം നമ്മളെ വിജയം. ആദ്യം അവരോടാണ് ഒത്തിരി നന്ദി പറയാനുള്ളത്. അപ്പൊ നമ്മളെ പിള്ളേരാണ് നമ്മുടെ ബലം. എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഞങ്ങൾ ഇത്രയും വലിയ വ്യൂസിലേക്ക് എത്തിച്ച എൻ്റെ പിള്ളേരോട് ഒത്തിരി ഒത്തിരി നന്ദി. ബിൻചേട്ടനും പറയാനുണ്ടെങ്കിൽ 2 വാക്ക് അവരോട് പറയാം. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നക്കാരല്ലാത്ത കുറേ ഗുരുനാഥന്മാരെ കിട്ടുക എന്നുള്ള എനിക്ക് കിട്ടിയൊരു ഭാഗ്യം അതാ. നമ്മുടെ ഷിയാസുക്ക, അങ്ങനെ കുട്ടമ്പുഴ ജോയിച്ചേട്ടൻ, ശശിചേട്ടൻ, അങ്ങനെ നിങ്ങളറിയാത്ത കുറേ ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞത്. നല്ല മനസ്സുള്ള ആളുകളുടെ കൂടെ നമുക്ക് വരാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ടീം അങ്ങനെ തന്നെ സക്സസ് ആയി ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഗുരുക്കന്മാരോടൊക്കെ സ്നേഹം ബഹുമാനമൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരെ പോലെയാണെന്നറിയാം, എങ്കിലും അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. എനിക്ക് മറ്റേ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, കേരളത്തിലല്ല മലയാളികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ആ മാസ്റ്റർ പീസ് സ്റ്റെപ്പ് അതൊന്ന് കണ്ടാൽ കൊള്ളാം. കണ്ടുവോ ശ്രീദേവനേ സ്വർണ്ണ താമര പോൽ നിറമുള്ള ദേവദേവനേ. കണ്ടുവോ ശ്രീദേവനേ സ്വർണ്ണ താമര പോൽ നിറമുള്ള ദേവദേവനേ. എത്ര എത്ര കാലം കര കാണാതലയും ചെറുചുണ്ടോളം ചൈത്രമാസമകളെ പൊന്മണ്ടരി ദേവിയോടെ ജാനകി തരങ്കണി അന്തിപ്പൂവിരിഞ്ഞ അന്തിലേക്കാകിനി. കണ്ടുവോ ശ്രീദേവനേ സ്വർണ്ണ താമര പോൽ നിറമുള്ള ദേവദേവനേ. എത്ര എത്ര കാലം കര കാണാതലയും ചെറുചുണ്ടോളം ചൈത്രമാസമകളെ പൊന്മണ്ടരി ദേവിയോടെ ജാനകി തരന്തണി അന്തിപ്പൂവിരിഞ്ഞ അന്തിയിലേക്കാകിനി. കണ്ടുവോ ശ്രീദേവനേ സ്വർണ്ണ താമര പോൽ നിറമുള്ള ദേവദേവനേ. ഓ, ഈ സ്റ്റെപ്പ് നമ്മൾ എന്തോരം കണ്ടാലും മതിയാവില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഇത് ഇവരുടെ കൂടെ നിന്ന് കാണാനും കേൾക്കാനും ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട്. ആ ഭാഗ്യം ഇപ്പം എനിക്കാ കിട്ടിയേക്കണേ. ടീച്ചറിന് എന്താ ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകരോട് പറയാം. സത്യത്തിൽ പറഞ്ഞാൽ ദൈവത്തിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. എൻ്റെ കുട്ടികളെയും ഇവിടെ വരെ എത്തിച്ച് നിർത്തിയതിന്. കാരണം ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കാരണം അത് പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. കാരണം കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ തുടക്കത്തിലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ കൊച്ചു കൊച്ചു ടീമുകൾ വന്നു തുടങ്ങി, അതൊരു കോമ്പറ്റീഷനായി മാറി. ഇപ്പോൾ എല്ലാവരെക്കാളും ഒരുവിധം ടോപ്പിൽ നിൽക്കുന്ന നക്ഷത്രമായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് ഞങ്ങൾ ഓരോ നിമിഷവും. അതിലെനിക്ക് ഒത്തിരി അഭിമാനം. പിന്നെ വിനിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനിച്ചേട്ടൻ്റെ കോമഡി നമുക്ക് ഒരു രക്ഷയില്ല. ഇത്രയും ടെൻഷൻ്റെ ഇടയിൽ ആ കോമഡി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവിധ സങ്കടങ്ങളും മറക്കുന്നമ്മ. കൈകൊട്ടിക്കളിയുടെ ഗ്യാപ്പിൽ ഒരു മിമിക്രി. അതെ, ഞങ്ങളെ പോലെ തന്നെ കലാകാരനായ വിനിച്ചേട്ടൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്നിവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നക്ഷത്രയ്ക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള നിമിഷമാണ്. അപ്പം ഞങ്ങൾ ഈ വേദി ഒരിക്കലും തന്ന വിനിച്ചേട്ടൻ ഒരിക്കലും മറക്കില്ല. എല്ലാവർക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നക്ഷത്രയുടെ 1000 എല്ലാവിധ ദൈവാധനങ്ങളും ഉണ്ടാവട്ടെ. കാരണം വെച്ചാൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പം ദൈവം ഇവരെ
നല്ല രീതിയിൽ ഇനിയും ഒരുപാട് നല്ല രീതിയിൽ അനുഗ്രഹിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു. അതോടൊപ്പം തന്നെ ഇതേപോലത്തെ നല്ല എപ്പിസോഡുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ബിനു അടിമാലി. ഏ